ഗുഡ് ആഫ്റ്റർനൂൺ. കേക്കാവോ? അൺമ്യൂട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. കേൾക്കാം. ഓക്കെ ഓക്കെ. ആ സോ ഇന്നലെ നമ്മൾ എവിടം വരെയാ നോക്കിയത്? ഇന്നലെ ഓർമ്മ. ഉണ്ട് ദിസ് ദിസ് ഇസ് ദാറ്റ് മാത്രം. ദിസും ദോസൊക്കെ നോക്കിയായിരുന്നോ അതോ ദിസും ദാറ്റും മാത്രം ഉള്ളായിരുന്നു? ആ ആ പറഞ്ഞു. ഹലോ, കേക്കാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കേ. ആ പറഞ്ഞോ. പറഞ്ഞോ ഗോഡ്സ്. നമ്മള് ദിസും ദാറ്റും മാത്രമായിരുന്നോ ദീസും ദോസും എടുത്തായിരുന്നോ? ഞാൻ ഇല്ല, ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ദിസും ഹോംവർക്ക്. ദിസും ദാറ്റ് മാത്രം. എന്നിട്ട് എനിക്ക് എന്തോ എഴുതിയൊക്കെ ടൈപ്പ് ചെയ്ത് തന്നായിരുന്നു തോന്നുന്നു അല്ലേ വാട്സാപ്പിൽ? തന്നായിരുന്നു ഇന്നലെ. ആ അപ്പൊ അത് ഈ രണ്ട് സ്ട്രക്ചേഴ്സും ഫെമിലിയർ ആയോ? ദിസും ദാറ്റും. ആ ഉം ആ എങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ആ, ഇത് ഓക്കെ. അത് സത്യമാണോ? അത് സത്യമാണോ? ഉം. ഈസ് ദിസ് ട്രൂ? ഏ ഈസ് ആ ദിസ് ട്രൂ? ഈസ് ദാറ്റ് ട്രൂ? ആ ഈ അതും ഇതും എല്ലാം കൂടെ തിരിഞ്ഞു പോരുത്. ഈസ് ദാറ്റ് ട്രൂ? അത് കറക്റ്റ് ആണ്. ഇനി അത് സത്യമല്ലേ? ഈസ് ഇൻ ദാറ്റ് ട്രൂ? ഇസ് ദാറ്റ് ട്രൂ? ഇനി അവ വേസ്റ്റ് ആണോ? അവ നമ്മൾ എത്തിയിട്ടില്ലല്ലേ? ദോസ് ഇല്ല വന്നിട്ടില്ല. ദോസ് എത്തിയിട്ടില്ല. സോറി ഇല്ല. സോറി. അത് അരുണിന്റെ ഓഫീസ് ബിൽഡിംഗ് അല്ലേ? അത് അരുണിന്റെ ഓഫീസ് ബിൽഡിംഗ് അല്ലേ? ഈസ് ദാറ്റ് അരുൺസ് ഓഫീസ് ബിൽഡിംഗ്? ആ യെസ്, എക്സാക്ട്. കറക്റ്റ്. കറക്റ്റ് ഉത്തരവാണ്. ആ, അതൊരു മോശം സ്ഥലമാണ്. അല്ല, ആണ്. അതൊരു മോശം സ്ഥലമാണ്. ദിസ് ഈസ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് നമ്മുടെ സിമ്പിൾ ദാറ്റ് ഇംഗ്ലീഷ് ഈസ് വെച്ച് പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് എ മോശം. ബാഡ് ആണെങ്കിൽ ബാഡോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും പറയാം. ദാറ്റ് ഈസ് ബാഡ് പ്ലേസ്. ദാറ്റ് ഈസ് ഒരു എയോ ആനോ ആഡ് ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് എ ബാഡ് പ്ലേസ്. എയും ആനും ദാറ്റ് ഈസ് എ മറ്റേ ബാഡ് പ്ലേസ്. സ്വരാക്ഷരങ്ങളുടെ ബേസിസ് വേണം ചെയ്യാൻ. ഓക്കെ. ഓക്കെ. ഇതൊരു നല്ല ആപ്പ് അല്ലേ? ഈസ് ദിസ് എ ഗുഡ് ആപ്പ്? ഏ ഇതൊരു നല്ല ആപ്പ് അല്ലേ? ഇത് ഉം. ഒരു നല്ല ആപ്പ് അല്ലേ? ഈസ് ഈസിന്റെ ഈസിന്റെ ഗുഡ് ആപ്പ്? ഇസിൻ ഈസ് ഇൻ ദിസ്. ആ ഈസ് ഇൻ ഇസിൻ ദിസ് ഗുഡ് ആപ്പ്? ആ അതൊന്ന് ക്ലിയർ ആയിട്ട് ഓരോ വേർഡ്സും ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. ഇസ് ഓക്കെ. ഗോഡ്സൺ ഇപ്പൊ പറഞ്ഞത് ഇസെ ഇസിന്റെ ഇസിന്റെ എന്നങ്ങണ്ടല്ലേ പറഞ്ഞത്? ഇസിന്റെ ഗുഡ് ആപ്പോ ആ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞു. ഇസിൻ ദിസ് ഇസ് ഇൻ എന്ന് തന്നെ പറയണം. ഇസ് ഇൻ ദിസ് ഗുഡ് ആപ്പ്? ആ ഓക്കെ. ഈ ദിസ് ഇത് ദാറ്റ് അത് അങ്ങനെ 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 പറഞ്ഞാലേ അതും ഇത് എന്നൊക്കെ ടെസ്റ്റിന് ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാനും ടെസ്റ്റ് ടെസ്റ്റിന് ഉപരി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ദാറ്റും ദിസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഓക്കെ. ആ ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കല്ലേ. ഉം, ഇത് ശരിയാണോ? ഈസ് ദിസ് റൈറ്റ്? ഇസ് ദിസ് റൈറ്റ്? ഇത് ശരിയല്ലേ? ഈസ് ഇൻ ദിസ് റൈറ്റ്? ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? ആ ഈസ് ഇൻ നോട്ട് റൈറ്റ്? നോട്ട് ഡബിൾ നോട്ട് അല്ല, ഇസിൻ ദിസ് തെറ്റിന്റെ ഇംഗ്ലീഷ് നമുക്ക് റോങ് എന്ന് പറയാം. റോങ്. ഓക്കെ. ഇസിൻ ദിസ് റോങ്? റോങ് ആൻസർ. ഇത് റോങ് ആൻസർ ആണോ? ഇസിൻ ദിസ് റോങ് ആൻസർ? ഈസ് ദിസ് ഈസ് ദിസ് റോങ് ആൻസർ? റോങ്. ആ ഇത് റോങ് ആൻസർ ആണോ എന്ന് ചോദിക്കാനായിട്ട് ഈസ് ദിസ് എ റോങ് ആൻസർ? ആ ഇത് റോങ് ആൻസർ ഈസ് അല്ലേ ദിസ് റോങ് എന്ന് ആൻസർ? ഓക്കെ. ചോദിക്കാൻ ഇസ് ഇൻ ദിസ് എ ഈസ് റോങ് ആൻസർ? ഈസ് ഇൻ ദിസ് റോങ് ആ ആൻസർ? അപ്പൊ ഞാൻ കുറെ ഓക്കെ. ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഇതേപോലെ തരാം. നെക്സ്റ്റ് വി ആർ ഓക്കെ. ഡീലിംഗ് വിത്ത് ദീസ് ആൻഡ് ദോസ്.
അപ്പൊ ദീസ് എടുത്താലും ദോസ് എടുത്താലും പ്ലൂറൽസ് ആണ്. സിംഗുലർ ഫോർ ഇപ്പൊ കിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. ചിൽഡ്രൻ Okay. അല്ലെങ്കിൽ കിഡ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഡു യു ഐ തിങ്ക് യു നോ ഡു യു നോ സിംഗിൾ ആൻഡ് പ്ലൂറൽ നൗൺസ്, പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ അറിയത്തില്ലേ? Yeah. ആ പെൻ ആണെങ്കിൽ പെൻസ്, ബുക്ക് ആണെങ്കിൽ Singular. ബുക്സ്. ആ ഓക്കെ, അതേപോലെ. Singular plural. Okay. അപ്പൊ ഇവിടെ ദീസ് ആർ പെൻസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ദീസ് ആർ ഉം. പെൻസ്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഇത് ഇതല്ല, ഇവ ഇത് ഇവ ഇവ. ആ ഇവ ഇവ പേനകളാണ് എന്നാണ് അർത്ഥം. Okay. ഒന്ന് എഴുതി വെച്ചേക്കുന്ന ഞാനിവിടെ ഈ ഉം. ഇതിന്റെ അകത്ത് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് മലയാളം വേർഷൻ. Okay. ആ ദീസ് ആർ പെൻസ്, ഇവ പേനകൾ ആണ്. Okay. എഴുതിയോ? Okay. ഇവ പേനകളാണ്. Okay. ആ ഇനി ആർ ദീസ് പെൻസ്, അതിന്റെ മലയാളം എന്തായിരിക്കും? ആർ ദീസ് പെൻസ്. ഇവ പേനകളാണോ? ആ അത് കറക്റ്റ്. ഇവ പേനകൾ ആണോ? ഇവ പേനകളാണോ? Okay. അടുത്തത് ദീസ് ആർ നോട്ട് പെൻസ്. അതെന്തായിരിക്കും? ദീസ് ആർ നോട്ട് ഇവ പെൻസ്. പേനകളല്ല. ആ ഓക്കെ. Okay. അടുത്തത് ആർ നോട്ട്. ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ വരുന്നത് ആറിഞ്ച്. ആറിഞ്ച്. മറ്റേതാണെങ്കിൽ ആറ്. ഇസിൻ. ഇസിൻ. അപ്പൊ ആറിഞ്ച് ദീസ് പെൻസ് എന്ന് പറയുമ്പം മലയാളം എന്താ? പേനകളല്ലേ? എന്ത് പേനകളല്ലേന്നു? ഇവ പേനകളല്ലേ? ഇവ. ഇവ പേനകളല്ലേ. ഓക്കെ, എഴുതിക്കോ എഴുതി. ഇവ പേനകളല്ലേ? ആ പിന്നെ ലാസ്റ്റ് Okay. നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ വേണമെങ്കിൽ ചോദിക്കാം. ഇവ എന്താണ്? ഇവ എന്താണ്? അത് നമ്മൾക്ക് ചോദിക്കാം. വാട്ട് ആർ ദീസ്? വാട്ട് ആർ ദീസ്? Okay. What are these? അത്രേ ഉള്ളൂ. ഇവ എന്താണ്? അപ്പോ ബേസിക് ആയിട്ടുള്ള പാറ്റേൺ ഞാൻ ആ 20 ബേസിക് സെന്റൻസിന്റെ മുകളിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആണ്, Okay. ആണോ, അല്ല, അല്ലേ. ആണ്, ആണോ, അല്ല, അല്ലേ. ആണ്, ആണോ, അല്ല, അല്ലേ. അങ്ങനെ അല്ല അങ്ങനെ അല്ലേ? just ആ ആ, അപ്പോ എന്താണ് അല്ലേ എന്ന് എൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നെങ്കിൽ ഇസിന്റ് വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ എന്താ ആറിന്റ് വെച്ച് തുടങ്ങും. ബേസ്ഡ് ഓൺ പ്ലൂറൽ, Okay. സിംഗുലർ. സിംഗുലർ ആണെങ്കിൽ ഇസിന്റും, Okay. പ്ലൂറൽ ആണെങ്കിൽ plural ആണെങ്കിൽ ആറിന്റെ. ആറിന്റ്. വെരി ഗുഡ്. പിന്നെയും വേറെ ഡൗട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാ ഇതൊരു പേനയായിരുന്നു എന്നൊക്കെ പറയുമ്പോ വാസിന്റും വേറിന്റെ ഒക്കെ. Okay. Okay. പിന്നെ അത് പക്ഷെ ആയിരുന്നു. അങ്ങനെ അത് നമ്മളെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ വരുമ്പോഴത്തേക്കേ പഠിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഇതൊന്ന് Okay. ഫെമിലിയറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഗോഡ്സിന് ബാക്കി കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ സ്ലൈഡ്സിലൊക്കെ കിട്ടും. ഓക്കെ. Okay. സോ Okay. based on your working environment, can you please substitute this word with other words? ഗോഡ്സൺ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള എക്യുപ്മെന്റ്സുകളോ കാണുന്ന കാര്യങ്ങളോ ഉള്ള ഒബ്ജക്ട്സുകളോ വെച്ചുകൊണ്ട് ഈ ദിസും ദാറ്റും ദീസും ദോസും വെച്ച് പെൻസിന് പകരം ഗോഡ്സൺ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ്, ഒബ്ജക്ട്സുകളോ അല്ലെങ്കിൽ ഗോഡ്സന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒബ്ജക്ട്സുകളോ വെച്ച് ഒന്ന് ചോദിക്കാവോ എന്റെ അടുത്ത്? ഇത് അതാണോ, ഇങ്ങനെയാണോ, അങ്ങനെയാണോ എന്നൊക്കെ. വെയർ ഹൗസിലല്ലേ യു ആർ വർക്കിംഗ് ഇൻ Okay. ആർ യു Yes. വർക്കിംഗ് ഇൻ എ വെയർ ഹൗസ്? കണ്ടോ Yeah. ക്വസ്റ്റ്യൻ ചോദിച്ചോ? യെസ്. സോ വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ദാറ്റ് യു സീ ഓർ യൂസ് ഇൻ ദാറ്റ് വെയർ ഹൗസ്? So you can substitute those objects with this pen. Pen substitution. Okay. Ah, These are tapes. tapes. Tape. Okay. Isn't this cardboards?
അല്ല, എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ദീസും ദാറ്റും ദിസും എല്ലാം വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ Okay, okay, ഏതെങ്കിലും ഒരെണ്ണം വെച്ച് പറഞ്ഞു. ദീസ് ആർ okay. ടേപ്സ് These are ആണല്ലോ, these ടേപ്സ്. are tape. ആ Are these tapes? ആ ആർ ദീസ്. These are not tapes. ആ Are these tapes? ആ These 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 are not tape. ആ ടേപ്സ് These എന്ന് are not പറയണേ. tapes. ആ Tapes only. ഒരെണ്ണം. These are not. ടേപ്സ്. ദീസ് Okay. ആർ നോട്ട് ടേപ്സ്. These tapes. Uh, ഇത് ടേപ്സ് അല്ലേ? aren't these tapes? ആരൻ ദിസ് ആണോ ദീസ് ആണോ? ആരൻ These. ടേ ആ അതൊന്ന് Ah, ലോങ് ആയിട്ടുള്ളത് ലോങ് ആയിട്ട് തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. aren't these tapes? ആരൻ ദീസ് ടേപ്സ്. വെരി ഗുഡ്, കറക്റ്റ്. വാട്ട് ആർ ദീസ് അല്ലേ? What are these? ആ എന്താണ്? ഓക്കെ, ഗ്രേറ്റ്. കറക്റ്റ് ആണേ. ദോസ് ഉം. വെച്ച് പറഞ്ഞു. Uh, mm, those are food waste. വാട്ട് ഈസ് Those ദറ്റ്? are food waste. എന്താ അത്? Food food waste. ഫുഡ് ഫുഡ് വേസ്റ്റ്. Yeah, ഓക്കെ. food wastes. വേസ്റ്റസ് എന്ന് പറയത്തില്ല, ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പം ഒരു അൺകൗണ്ടബിൾ, Ah, എന്ന് വെച്ചാൽ നമുക്കത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റില്ല. ഇല്ല. അപ്പൊ food ദോസ് ആർ waste ഫുഡ് ആയി. വേസ്റ്റ്. ഓക്കെ, ദോസ് ആർ Okay. ഫുഡ് വേസ്റ്റ്. Are those food waste? ആ Uh, those are not food waste. Aren't those food waste? വെരി ഗുഡ്, കറക്റ്റ് ആണ്. ആഹ് ഇനി വേറെ വേർഡ്സ്, സിംഗുലറോ പ്ലൂറലോ ദിസോ ദാറ്റോ എന്തും വെച്ച് പറയും. One minute. ആ Mm, ടെൽ മീ. this is a boot. ബൂട്ട്. Boot. Is this a boot? ഈസ് ദിസ് എ ബൂട്ട്? This is not a boot. ആ Isn't this a boot? വെരി ഗ്രേറ്റ്, ഗ്രേറ്റ്, കീപ് ഗോയിങ്. കറക്റ്റ് ആണ്. Okay. ആ Mm, and ഇതില് കൺഫ്യൂഷൻ വരുന്നത് ഏതാണോ അത് മാക്സിമം പറഞ്ഞും എഴുതിയൊക്കെ പഠിക്കുക, അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാകും. okay. ആ Okay. That is a warehouse uniform. That is warehouse uniform. ദാറ്റ് ഈസ് എ പെയർ ഓഫ് യൂണിഫോം. Where? ആ ആ Okay. ഉം. Um, and is that a pair of uniform? ആ And that is a that is not a pair of uniform. ആ Isn't a pair of uniform. Isn't that a pair of uniform? isn't that a pair of, സ്പീഡിൽ പറയുമ്പോൾ നമുക്ക് തെറ്റ് വരും. Uniform. isn't that a Yeah. pair of uniform. ഓക്കെ, നമ്മള് ധൃതി വെച്ച് Okay. പറയുമ്പോഴത്തേക്ക് ഇസെന്റും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ക്ലാഷ് ആവും. ശരി. വാട്ട് ഇസ് ദാറ്റ്? വാട്ട് ഇസ് ദാറ്റ്? What is that? ഓക്കെ. അപ്പോ ഇന്നത്തെ ഇത് മനസ്സിലായി അല്ലേ? Okay. Yeah, yeah. Now shall we move to the speaking task? ഇനി ഒരു സ്പീക്കിംഗ് Okay. ടാസ്ക് ആയിരുന്നു. Can you tell me something about your hobbies? How do you spend your pastime? എങ്ങനെയാണ് ഹോബീസ്? എന്താണ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ what are the things that you would like to do? My hobbies are watching movies, Watching movies. listening music, Listening to music. and playing cricket. Playing cricket. Okay. Can you Yeah, please that's all. explain your hobbies? ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Which Okay. type of movies do you love to watch? I like thriller movies, uh, and uh, I watched all language movies. I uh-huh. love English movies and Malayalam, Hindi.
Uh, but which language do you watch often? Which the movies in which language do you um, watch often? എപ്പോഴും കാണുന്നത് ഏത് ഇംഗ്ലീഷ് ആണോ? I like English movies. Already I watched so many English movies. So I'm when you watch movies, you use subtitles or without subtitles? I'm using subtitles. I don't understand the uh, very speedy English. That way I am using the subtitles. Next time when you watch, from the context you will understand some meanings, right? From Yeah, their yeah. expressions, their body language, the way they speak without And language, non-verbal communication, yeah. and also through context. So without using that subtitle, you should dare to watch that movies. Yeah. Yes. I'm watching only for subtitles. Okay, I think. Without subtitles, I don't understand the movie. Okay. You should gradually change it. Means, Uh, 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 in a gradual manner, you can change the way you watch that movies without subtitles. Uh, for that, you have to focus clearly into the way they speak. Alle? yeah. This time I speak. I hear in headset for the Ah, English ah, ah, movies, and ah. That is more but this effective. time is understanding some You are words. under you understand Mm. a lot of things. That's good. So can you next day onwards you have to prepare a speech. ഇപ്പൊ ഞാൻ റാൻഡം ആയിട്ടൊരു ടോപ്പിക് വരുവായിരുന്നു ചെയ്തത്. So you won't get enough Okay. materials to talk about. ഇപ്പൊ ഞാൻ ഒരെണ്ണം Okay. എന്റെ പേഴ്സണൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ഗോഡ്സിന് ഉത്തരം പറയാൻ കാണത്തില്ലായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. Mm. പക്ഷെ Yeah. നാളെ മുതൽ വെൻ യു സ്പീക്ക് യു ഹാവ് ടു സെലക്ട് എ ടോപ്പിക് ഫോർ ടുമോറോ. അത് ഇന്ന് തന്നെ സെലക്ട് ചെയ്ത് മൊത്തം എഴുതി വെക്കണ്ട, നോട്ട് ടു റീഡ് ഔട്ട് ദോസ് തിങ്സ്, പക്ഷെ പോയിന്റ്സ് Points only. മാത്രം പോയിന്റ്സ് മാത്രം എഴുതിട്ട് ദെൻ യു ക്യാൻ ഇലാബറേറ്റ് ദാറ്റ്. ഓക്കെ, Okay. എക്സ്പ്ലെയിൻ ചെയ്താൽ Okay. മതി. സോ ക്യാൻ യു ടെൽ മീ എ മൂവി ദാറ്റ് ഇസ് സ്റ്റിക്കിംഗ് ടു യുവർ ക്ലോസ് ടു യുവർ മൈൻഡ്, എപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ളൊരു മൂവി? I like the one Korean movie, Memories of കൊറിയൻ. Murder. What's the That is title? my Memories of Murder. Memories That is of Murder. Murder. Oh, that is my all-time favorite movie. All I time watched favorite, evergreen. Can you please, after hearing this, I would like to know more about that movie. What's the, in a synopsis of that story, or uh, yeah, the the thread of that that story. movie also. That movie also the a thriller movie. The two cops in the office, two cops in the film, and Ah, in so many murder in the city, and oh, the two cops searching the murderer, but in hmm. in but the two cops uh, last time don't take the murderer. The Is murderer the is free. is it about a serial killer kind of? Yeah. The serial killer. Okay, he That kills he kills many people consecutively, isn't it? many. Yeah, Ah, yeah. And the last the movie ending, the movie makers not reveal the face of the person. killer. Oh, that's bad, isn't it? That's why I like the movie. And But the movie director name is Bong Joon-ho. The director movie is one movie Oscar winning in the Hmm. Oscar winning movie also is there. Ah, Bong Joon-ho. so that particular director has directed many movies that has won in the Oscar awards, isn't it? Oscar, yeah. Yeah. Okay. Uh, what was that movie's name? Memories of Murder. Memories of Murder. And I I think, also put it the English subtitle. okay, I I watched. think after murdering or killing many people, uh, even at the final, it could have the director could have revealed the face of that murderer, isn't it? But he didn't. Yeah. Why? Again, the killer is killer. This last in the film, the killer is winning.
they're not the cops. Okay. So will that person be taken to court and all? Something lawyer? No, no, Uh, no, 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 no. huh. That man doing the work again and again, killing. Why? The cops will find the person. He can't, they won't find the person. He's hiding. Yeah, yeah, yeah. He's hiding and is very smart. He is over smart maybe. Why he is doing so? What he will get out of it? I mean, killing No, no, it these is much no, people. no, 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 no. Back stories for the killer person, and Hmm. never revealing the face. No Hmm. back stories. And also, is there any intentions mentioned there? Why he is he having any kind of revenge to those people whom he killed? Any kind of revenge? No, no, no. Any kind of. That's why I like the movie. I like Ah, the so many. I watch the so many thriller movies. But in any thriller movies have in killer had a backstory and revenge. But this hmm. this movie had no revenge or no. We the director not revealing for the audience. Oh my God. No That, story, no story, and what എന്തിനാ കൊല്ലുന്നത്? What is the reason? uh, what's the No reason? reason. Without It's only reason, for a just for serious entertainment. psycho. He is a Psycho. psycho. Yes, that's it. So psychological thriller movies, isn't it? Yeah, I too that's love why I like psycho this. movies. Okay, okay. I can And I like relate. the Interstellar movie, Christopher Nolan. Okay. I watched it many times. I don't understand. You are talking I about watch it another. again and again. Yeah, yeah, So yeah. which was the Oscar award, Oscar The award winning last time. movie? Huh? Christopher Nolan, the last time. The last time. Yeah. The Uh, which Here, movie? I don't remember. I didn't remember the movie name. hmm, Last I watched the movie in theater. Mm, okay. Oh no. Oh, Oppenheimer. Oppenheimer. So you love watching movies. And how often you Yeah, go to yeah. theater? I watched all more movies in theater in this time in England. No subtitles in English movies. I am suffering. Okay. But did you understand anything after watching that movie? I mean, throughout the Yeah, yeah, yeah. movie, I when you catch the one two sentence and I understand the whole movie. whole story, you understood. Okay, that's great. Yeah. Now we have 7 more minutes left. Do you have to add something Yes. again to the stories? That award-winning movie, which is that movie? What's Oppen the story? Oppenheimer movie is very famous movie, and Oppenheimer is the making of the atom bomb. You know atom bomb? Yes, I have heard of the Yeah, atom yeah. bomb. Ah, The maker of the atom bomb, Oppenheimer. ah, The real life story. okay. So you are You like watching the those. movies? Uh, no, I'm not that into movies. Still, I love watching Do you movies. know? Do you Uh, know Peaky Blinders series? Peaky Never, no, Blinders. no, no. You love That's actor is acting watching the. Netflix Uh, series and all, isn't it? yeah, yeah, yeah. I'm watching already. Many English series. Ah, Breaking Bad, Game of Thrones, and ah, Peaky Blinders, Dark. okay. From so many, but I I think, don't. But I speak are you English. are you using headset, earphones, But something of I'm that sort, but uh, I while you watch but movie? I'm only focusing the subtitles. That I think that is my problem. Okay, next time onwards, just give it a try without subtitles. Ah, Watch the movie and without depending the. on the Hmm. subtitles only. This time is Ah, England is not subtitle for the English movies. okay. Still, you were able to understand the whole movie, right? So it is appreciable. Yeah, Ah, it's commendable. but Ah, why I can't speak English fluently. you are actually speaking fluently. The thing is that you are breaking words. You are connecting many words together.
There should be Yeah, clear that's the cut. problem. Yes, that is one mistake that I found in you. You have to change that. Clarity should be there in each and every words that you speak. You understand? Yeah. Ah, so I think you are fast and furious kind of thing. Yes, 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 yes. Already my friends also told me Ah, I'm speaking Malayalam also. I am very fast. ah, That's don't why be that I fast. speaking I speaking Malayalam, and sometimes I don't my friends doesn't understand that I do sometimes. have the same problem. That is, I'm also speaking in a very fast pace, 2x speed. So others won't understand what we are telling. And I Yeah. consciously changed that. You too can change, but conscious effort should be given. Okay. When you Okay. are about to speak in a fast pace, you have to control yours. That's the only way you can Okay. control. Uh, uh, Sometimes while I take my class also, I think that, oh, I'm a little bit fast. But then I will become Mm. conscious and will again explain the whole concepts in a slow pace. Then you will understand, isn't it? Then only you will understand. That's how other listeners, when they hear you, they think that, oh, you are running too fast. Yeah, yeah. Uh, and also, next time, please, do you watch Dharman things, YouTube? It's a series kind of things. Dharman, there is a person, he's a YouTuber. I think he has more Okay. than 11 million things. It's like 15 to 20 minutes stories. It gives you moral lesson. His works, I mean, his series. And also Which you one? can That. Dhaar, Dharman. It's not kind of those series kind that you usually watch. It's something different genre. You can give it a try. Okay. I will type that thing. Dhaar, Dharman. Something. Dharr. Dhar or double AR. I'm not sure, but this is the spelling. Dharman series. Okay. You can check it on YouTube Okay. after this Okay. class. Ah, Okay. so Okay. I don't like watching movies for 2 to 3 hours and all. I just want to. I love listening to English language. For that, to understand the language better, I always opt 15 to 20, 25 minutes things series. Okay. So in YouTube, I watch such videos. Now we have 2 more minutes left. Do you have anything to tell me? Ask anything, any doubts Mm, regarding today's session? today is not problem. Today, It's good. today you don't. Because we have learned I only. We have learned only two concepts, isn't it? These or those. These are those. Next day we will be looking or checking. Can you just do these questions? 2 minutes. Those are helmets. Uh, other helmets അല്ലേ Av- ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും? Other helmets അല്ലേ? അത്. Other helmets അല്ലേ? Those, sorry, അവ helmets അല്ലേ? അവ helmets അല്ലേ? Those are helmets. Those aren't those helmets. Aren't those helmets? Uh, Control your uh, mode of speech when you speak. Okay. പെട്ടെന്ന് പോണ്ട. പതുക്കെ പറഞ്ഞാൽ മതി. Mm. Aren't those helmets? Aren't those Helmet. helmets? അങ്ങനെ പറയുമ്പോൾ you'll make mistake. Okay. That's it. That's right. Then നമ്മളെ വർക്കേഴ്സ് അല്ലേ? Uh, aren't aren't ഉം. aren't വി നമ്മൾ അത് ഇവിടെ ഇവിടെ aren't we കൊടുത്തിട്ടുണ്ട്. workers? വെരി ഗുഡ്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വി ആർ വർക്കേഴ്സ്. അപ്പൊ ഇതിലെ ഓക്സിലറി നമുക്കറിയാം ആറാണെന്ന്. അപ്പൊ എടുത്ത് മുമ്പിലോട്ട് ഇടുമ്പോ കിട്ടുന്ന ഇതാണ്. നമ്മൾ വർക്കേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആർ വി വർക്കേഴ്സ്, വർക്കേഴ്സ് Are we അല്ലേന്ന് workers? ചോദിക്കുമ്പോൾ ആർ എൻ വി വർക്കേഴ്സ്. Aren't ദാറ്റ്സ് we ഇറ്റ്. work? ആ Okay. ആ ഇവിടെ ഇവിടെ ഏതാണോ ഉള്ളത് അതാണ് നമ്മൾ ഇപ്പുറത്തേക്ക് ഇടേണ്ടത്. ഓക്കെ. സോ ഐ തിങ്ക് നൗ ദ Oh, ടൈം ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ സെഷൻ. finish. യാ, 30 ആയിട്ടുണ്ട്. യു ക്യാൻ ലീവ് ദ ക്ലാസ്. Okay. താങ്ക് യു. താങ്ക് യു. Thank you.
Okay, thanks. We will meet you tomorrow. Sure, sure. Thank you. അയ്യോ അയ്യോ